നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ പൊതുവെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ ജോലി സാധ്യതയും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിൽ തന്നെ സ്പെസിഫിക്കലി ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാർ +2 കൊമേഴ്സ് പഠിച്ചു, BCom പഠിച്ചു, ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തൊക്കെ റാൻഡമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് കൊമേഴ്സ് എടുത്തേ? അപ്പോൾ പൊതുവേ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അക്കൗണ്ടൻ്റ് ആവാനാണ് കൊമേഴ്സ് എടുത്തതെന്ന് പറയും. ശരിക്കും ഈ കുട്ടികൾ ആരാണ് അക്കൗണ്ടൻ്റ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാതെ ഇങ്ങനെ കൊമേഴ്സ് എടുത്തത് കൊണ്ട് എല്ലാവരും ആവുന്നത് അക്കൗണ്ടൻ്റ് ആണോ, ഇങ്ങനെയുള്ള ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കാറുണ്ട് ആരാണ് അക്കൗണ്ടൻ്റ് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊന്ന് പതറും. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് അക്കൗണ്ടൻ്റ് എന്ന് പറയാം. അപ്പോൾ കുട്ടികളിൽ തന്നെ ഒരു തീരുമാനമില്ല അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നതിൽ ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അക്കൗണ്ടൻറ്റുമാർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരുപാട് മേഖലകളാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ആവശ്യത്തിന് നമുക്ക് ഈ അക്കൗണ്ടൻറ്റുമാരെ 2 കാറ്റഗറി ആക്കിയിട്ട് മാറ്റാം. ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടൻസ് എപ്പോഴും പബ്ലിക് അക്കൗണ്ടൻസ് ആണ്, മറ്റൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ്. ഇവർ രണ്ടുപേരും അറിയപ്പെടുന്നത് അക്കൗണ്ടൻറ്റ് എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങൾ മുന്നേ നമ്മൾ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും കണക്കുപിള്ള എന്ന് പറയുന്ന ഒരു ടേം. ഈ കണക്കുപിള്ളമാരാണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ പബ്ലിക് അക്കൗണ്ടൻറ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും എന്നുള്ളത് ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കേണ്ട ഒരു ഈവൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ ഈവൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ ഈവൻറ്റ് എങ്ങനെ നടക്കണം, അതാര് നടത്തണം, ആരൊക്കെ ഇൻവോൾവ്ഡ് ആവണം, അതിൻ്റെ ഒരു വോള്യം എത്രത്തോളം ആയിരിക്കണം, ക്വാണ്ടിറ്റി എത്രത്തോളം ആയിരിക്കണം പോലെയുള്ള ആ ഒരു ഈവൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാനുണ്ടോ, എന്തൊക്കെ പ്ലാനിങ്ങുകൾ ചെയ്യാനുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഒരു ബിഹൈൻഡ് ദ കേർട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ ആ ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈവൻറ്റ് നടന്നു പോവുകയും പിന്നീട് ആ ഈവൻറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഈവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഈവൻറ്റിൽ എന്ത് നടന്നു, വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ പോലെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പബ്ലിക് അക്കൗണ്ടൻ്റ് എന്ന് പറയാം. ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും പബ്ലിക് അക്കൗണ്ടൻറ്റും ഒരിക്കലും ഒരു ബിസിനസ്സിൽ അവരുടെ റോള് വെച്ച് നോക്കുമ്പോൾ താഴേക്കടയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, എപ്പോഴും അവരൊരു ടോപ്പ് പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളെ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഈ പറയുന്ന പോലെ CA അക്കൗണ്ടൻ്റ് ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, ഇവരൊക്കെ അക്കൗണ്ടൻറ്റുമാരാണ് എന്ന് വെച്ചിട്ട് ഇവരൊക്കെ എടുക്കുന്ന ജോലി ഒരുപോലെയാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിലിവരുടെ ജോബ് റോൾസ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് അക്കൗണ്ടൻറ്റുമാരാണ് ഒരു ഈവൻറ്റ് നടന്നതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ പ്രധാനമായിട്ടും കംപ്ലയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ചില ആൾക്കാർക്ക് ആവശ്യമാണ്, ഇന്നത് നടന്നു എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിന് ആവശ്യമാണ്, കാരണം ഗവൺമെൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് ടാക്സ് കളക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആവശ്യമാണ്, കാരണം അവരുടെ ബിസിനസ്സാണ്, അവർ ആ ബിസിനസ്സിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയേണ്ട ആവശ്യം ഈ പറയുന്ന പോലെ ഷെയർ ഹോൾഡേഴ്സിനും മറ്റൊക്കെ ഉണ്ട്. ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് വിളിക്കാറുണ്ട്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റുമാർ ചെയ്യുന്നത് എന്ത് നടക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റുകളിലാണ് ഈ രീതിയിൽ അക്കൗണ്ടൻറ്റുമാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ അക്കൗണ്ടൻ്റ് ആവണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഡെബിറ്റും ക്രെഡിറ്റും അറിയുന്ന എല്ലാവരും അക്കൗണ്ടൻ്റ് ആണോ, അല്ലെങ്കിൽ അത് മാത്രമാണോ അക്കൗണ്ടിങ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്.